ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പറയുന്നത് സെക്ഷൻ 17ലും റൂൾ 18ലുമാണ്. സെക്ഷൻ 17ൽ ഫസ്റ്റ് സബ്സെക്ഷനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹൂ ഹാസ് ആക്റ്റഡ് adversely to the interest of the society or has failed to comply with the provision of the bylaws may be expelled upon a resolution of the general body passed at a special meeting convened for the purpose by the votes of not less than 2/3 of the total number of members present and voting at the meeting. അതായത് സൊസൈറ്റിയിലെ ഏതെങ്കിലും മെമ്പർ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ ബൈലോയിലെ പ്രൊവിഷൻസ് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിൽ ഒരു 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ട് ചെയ്താൽ ആ മെമ്പറെ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം എക്സ്പെൽ ചെയ്യാവുന്നതാണ്. സബ്സെക്ഷൻ 2 പറയുന്നത് നോ മെമ്പർ ഷാൽ ബി എക്സ്പെൽഡ് അണ്ടർ സബ്സെക്ഷൻ 1 വിത്തൗട്ട് ബീയിങ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് ഹിസ് റെപ്രസെൻറ്റേഷൻ. അതായത് സബ്സെക്ഷൻ 1 പ്രകാരം എക്സ്പെൽ ചെയ്യുന്നതിന് മുമ്പ് ആ മെമ്പറുടെ ഭാഗം കേട്ടതിനു ശേഷം മാത്രമേ എക്സ്പെൽ ചെയ്യാൻ പാടുകയുള്ളൂ. അതായത് അയാൾക്ക് അയാളുടെ ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ട് ആ മെമ്പറിൻ്റെ ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തിരിക്കണം. മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മെമ്പർ വിതിൻ എ പീരിയഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ. അതായത് റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ഒരു കോപ്പി 15 ദിവസത്തിനുള്ളിൽ ആ മെമ്പർക്ക് അയച്ചു കൊടുക്കണം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഈ 15 days എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ പാസ്സാക്കിയ ഡേറ്റ് മുതൽ 15 ദിവസത്തിനുള്ളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നാലാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ദ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പർ. എക്സ്പെൽ ചെയ്യുമ്പോൾ ആ മെമ്പേഴ്സിൻ്റെ ഷെയർസ് കണ്ടുകെട്ടാവുന്നതാണ്. സബ്സെക്ഷൻ 5 പറയുന്നത് നോ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഹൂ ഹാസ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി എലിജിബിൾ ഫോർ റീ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. സബ്സെക്ഷൻ 1 പ്രകാരം എക്സ്പെൽ ചെയ്താൽ ആ ഡേറ്റിന് 1 വർഷം കഴിഞ്ഞ് മാത്രമേ റീ അഡ്മിഷൻ നൽകാൻ പാടുകയുള്ളൂ. അടുത്തത് റൂൾ 18 എന്താണ് പറയുന്നതെന്നാണ്. ഈ എക്സ്പെൽ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് റൂൾ 18 പറയുന്നത്. അതായത് വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി proposes to bring a resolution for expulsion of any other member, he shall give a written notice thereof to the chairman of the society. ഒരു മെമ്പർ മറ്റൊരു മെമ്പർക്കെതിരെ റെസൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് നോട്ടീസ് ചെയർമാൻ മുമ്പാകെയാണ് നൽകുക. അതായത് ഇപ്പോൾ ഒരു മെമ്പറിൻ്റെ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വേറൊരു മെമ്പറാണെങ്കിൽ ആ മെമ്പർ ആദ്യം എന്ത് ചെയ്യണം? നോട്ടീസ് ചെയർമാൻ മുമ്പാകെ നൽകണം. അത് ചെയർമാൻ കമ്മിറ്റി മുമ്പാകെ വയ്ക്കും. അതിനുശേഷം ഓൺ റിസീപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് ഓർ വെൻ കമ്മിറ്റി ഇറ്റ്സെൽഫ് ഡിസൈഡഡ് ടു bring in such resolution, the committee shall send a registered notice to the member concerned to furnish his explanation of any within 15 days from the date of receipt of such a notice. കമ്മിറ്റി എന്ത് ചെയ്യും? കൺസേൺഡ് മെമ്പർക്ക് എക്സ്പ്ലനേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആരെയാണോ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെമ്പറിന് എന്ത് കൊടുക്കും? ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കും. ആ നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം
എന്ത് നൽകണം? ആ മെമ്പർ എക്സ്പ്ലനേഷൻ നൽകണം. അതാണ് പറയുന്നത്. On obtaining his explanation, the committee shall decide as to course of action to be adopted against the member concerned. If the committee decided to expel the member, it shall be convene a special general body meeting and a resolution shall be passed within 2/3 majority of members present and voting. അതായത് അതിനുശേഷം ഈ മെമ്പർക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം മെമ്പർ 15 ദിവസം ത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ നൽകും. അതിനുശേഷം കമ്മിറ്റി ആ മെമ്പറിനെ എക്സ്പെൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്യുകയാണ് എങ്കിൽ ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി 15 ദിവസത്തിനുള്ളിൽ ആ കൺസേൺഡ് മെമ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. A copy of the resolution expelling a member shall be communicated to the member within a period of 15 days from the date of passing of the resolution. റെസൊല്യൂഷൻ പാസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ആ മെമ്പറുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ഇത്തരത്തിൽ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പെൽ ചെയ്യപ്പെട്ട മെമ്പർക്ക് സെക്ഷൻ 83 സബ്സെക്ഷൻ 1C പ്രകാരം 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം. റൂൾ 124 പറയുന്നത് അത്തരത്തിൽ അപ്പീൽ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം 2 മാസത്തിനുള്ളിൽ എടുക്കണം. ഇത് കമ്മിറ്റി എക്സ്പെൽ ചെയ്ത ഡേറ്റ് മുതൽ 60 ദിവസത്തിനുള്ളിൽ ആ മെമ്പർക്ക് അപ്പീൽ പോകാം. ആ അപ്പീലിന്മേലുള്ള തീരുമാനം എടുക്കുന്നത് 2 മാസത്തിനുള്ളിലാണ്. അപ്പീൽ പോകാം എന്ന് പറയുന്നത് സെക്ഷൻ 83 സബ്സെക്ഷൻ 1C-യിലാണ്. 2 months ആ പീരീഡ് പറയുന്നത് റൂൾ 124-ലാണ്. അപ്പോൾ ഈ സെക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്താണ്? എക്സ്പെൽ ചെയ്യാനുള്ള റീസൺസ്, അതിന് കാരണമായേക്കാവുന്ന കാരണങ്ങളുണ്ടല്ലോ സബ്സെക്ഷൻ 1-ൽ പറയുന്നത്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 15 days ആ ഒരു പീരീഡ് അതെന്താണ്? റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് 15 days-നുള്ളിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ 1 year എന്താണ്? എക്സ്പെൽ ചെയ്യപ്പെട്ട ഡേറ്റ് മുതൽ 1 year കഴിഞ്ഞാൽ മാത്രമാണ് റീ അഡ്മിഷൻ നൽകുകയുള്ളൂ. പിന്നെ 2/3 മെജോറിറ്റി എക്സ്പെൽ ചെയ്യുന്നതിന് വേണ്ട മെജോറിറ്റി എങ്ങനെയാണ്? 2/3 എന്ന് മാത്രം ഓർത്താൽ പോരാ, നോട്ട് ലെസ് ദാൻ 2/3 അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ? Option A, acted adversely to the interest of the society. Option B, failed to comply with the provisions of the bylaws of the society. Option C, resolution passed at a general body meeting. Option D, 2/3 majority of votes. കറക്റ്റായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. 2/3 മെജോറിറ്റി ഓഫ് വോട്ട്സ് എന്നാണ് തന്നിരിക്കുന്നത്. നോട്ട് ലെസ് ദാൻ എന്നുള്ള വേർഡ് അതിനകത്തില്ല. നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദ മീറ്റിംഗ് എന്നാണ് സബ്സെക്ഷൻ 1-ൽ തന്നിട്ടുള്ളത്. ആ നോട്ട് ലെസ് ദാൻ എന്നുള്ള ആ വാക്കില്ലാത്തത് കൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസറായിട്ട് വന്നിട്ടുള്ളത്. സബ്സെക്ഷൻ 1-ൽ വളരെ ക്ലിയർ ആയിട്ട് ഈ പോയിന്റ്സ് എല്ലാം ഉണ്ട്. അതിൽ നോട്ട് ലെസ് ദാൻ എന്ന് 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് എന്നാണ് വേണ്ടത്. നോട്ട് ലെസ് ദാൻ എന്നുള്ള വാക്ക് ഓപ്ഷൻ ഡിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.